ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. എല്ലാ കോപ്പിക്കോപ്പന്മാർക്കും സാദര പ്രണാമം. ഏകാദശി ആശംസകൾ. ഗുരുവായൂർ ഏകാദശി ആശംസകൾ. മോക്ഷദാ ഏകാദശി ആശംസകൾ. നാളെയാണ് ഗുരുവായൂർ ഏകാദശി. ഗുരുവായൂർ ഏകാദശിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ ദിവസത്തിന് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നടന്ന ദിവസം കൂടിയാണ്. എന്തൊക്കെയാണെന്നറിയോ? ഗുരുവായൂർ ക്ഷേത്രപ്രതിഷ്ഠ നടത്തിയ മഹാപുണ്യദിനമാണ് ഗുരുവായൂർ ഏകാദശി. പിന്നെ ഭക്തജനങ്ങളുടെ ആരാധനാപാത്രമായ ഗജരത്നം ഗുരുവായൂർ കേശവൻ്റെ അന്ത്യദിനം. അദ്വൈതാചാര്യനും ശൈവാവതാരവുമായ ആദിശങ്കരാചാര്യർ ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തി പൂജാകർമ്മങ്ങൾ ഇന്നു കാണുന്ന വിധമൊക്കെ ചിട്ടപ്പെടുത്തിയ മഹാപുണ്യദിനം. ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഭഗവത്ഗീത ഉപദേശിച്ചു കൊടുത്തത് ഈ പുണ്യദിനത്തിലാണ്. പിന്നെ ദേവേന്ദ്രൻ സുരഭിയുമായി വൃന്ദാവനത്തിലെത്തി ഭഗവാനെ വന്ദിച്ചതും സുരഭി പാൽ ചുരത്തി ഗോവിന്ദാഭിഷേകം നടത്തിയ മഹാപുണ്യദിനം. ഭക്തോത്തമന്മാരായ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട്, പൂന്താനം ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ, കുറൂരമ്മ വില്ലുമംഗളം സ്വാമികൾ തുടങ്ങിയവർക്കെല്ലാം ഭഗവത് ദർശനം ലഭിച്ച മഹാപുണ്യദിനം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ താന്ത്രിക ചടങ്ങുകൾക്കൊഴികെ മുഴുവൻ സമയവും ദർശനത്തിനായി ശ്രീകോവിൽ തുറന്നിട്ടിരിക്കുന്ന മഹാപുണ്യദിനം. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ ശിഷ്യഗണങ്ങളുമായി ഗുരുവായൂരിലെത്തി സംഗീതാരാധന നടത്തിയ മഹാപുണ്യദിനം. ഗുരുവായൂർ ക്ഷേത്രത്തിലെ സമസ്ത ചരാചരങ്ങളിലും വൈഷ്ണവ ചൈതന്യം അനുഭവപ്പെടുന്ന മഹാപുണ്യദിനം. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർക്ക് നഷ്ടപ്പെട്ട ശബ്ദം തിരിച്ചു കിട്ടിയ മഹാപുണ്യദിനം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ ചടങ്ങുകളും, അതായത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ താന്ത്രിക ചടങ്ങുകളൊന്നുമില്ലാതെ ഭഗവാൻ ഭക്തജനങ്ങളെ നേരിൽ കണ്ടിട്ട് അനുഗ്രഹിക്കാൻ പുറത്തിറങ്ങുന്ന മഹാപുണ്യദിനം. ക്ഷീരസാഗരത്തിൽ അനന്തശായിയായി പള്ളി കൊള്ളുന്ന ഭഗവാൻ യോഗനിദ്രയിൽ നിന്നുണർന്ന് ലക്ഷ്മി ദേവിയോടുകൂടി ലോകത്തെ മുഴുവൻ അനുഗ്രഹിക്കുന്ന മഹാപുണ്യദിനം. മറ്റെന്താണ് പിന്നെ നമുക്ക് വേണ്ടത്? ഈ മഹാപുണ്യദിനത്തിൽ നമ്മൾ ഓരോരുത്തരും ഭഗവാനെ നമുക്ക് ലഭിക്കാനായിട്ട് ഏകാദശി വ്രതം ആചരിക്കുക. ആ വ്രതം നോറ്റാൽ പിന്നെ മറ്റെന്ത് നമ്മൾക്ക് വേണം? എല്ലാ ഐശ്വര്യങ്ങളും തന്ന് ഭഗവാൻ നമുക്കായിട്ട് കിട്ടാൻ, ഭഗവാന്റെ ആ പ്രേമഭക്തി നമുക്ക് കിട്ടാൻ പ്രാർത്ഥിക്കാം. വ്രതം നോറ്റിരിക്കുന്ന സമയത്ത് മറ്റെല്ലാതും ഒഴിവാക്കിയിട്ട് നമ്മളെ തന്നെ ശുദ്ധി വരുത്തി നാമജപം, ഭഗവത്ഗീത പാരായണം ഒക്കെ നമ്മൾ കഴിയുന്നതും ഭഗവത്ഗീതയൊക്കെ വായിക്കണം എന്തായാലും. പിന്നെ നാമജപം എന്തായാലും നിർബന്ധമാണ്. അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കും. ഭഗവത്ഗീത ആർക്കെങ്കിലും ദാനം കൊടുക്കുന്നതൊക്കെ പുണ്യദായകമാണ്. നമ്മളാൽ കാരണം മറ്റൊരാൾ ഒരു ഭഗവത്ഗീത വായിക്കാനിട വന്നാൽ അവർക്ക് കിട്ടുന്ന പുണ്യത്തിൽ നമുക്കും കിട്ടുന്നു ഭഗവാന്റെ അനുഗ്രഹം. നാമജപം അതുപോലെ നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും നാമജപം. ഭഗവാന്റെ പാദാരവിന്ദങ്ങൾ നമസ്കരിച്ച് നമുക്കും നാമം ജപിക്കാം. നാമജപത്തിൻ്റെ ആ ശക്തി
ആ ഭഗവാന്റെ അനുഗ്രഹം നമുക്കും കിട്ടുന്ന ഒരു കഥ കേൾക്കാം. നമ്മളെല്ലാവരും നാമം ജപിക്കൂലേ? അധികം ആൾക്കാരും വിചാരിക്കും, എന്തിനപ്പോൾ സദാസമയം നാമം ജപിക്കേണ്ട ആവശ്യം? അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. എന്നാൽ ചിലരാകട്ടെ നാമം ജപിക്കുന്നവരെയൊക്കെ അങ്ങോട്ട് കളിയാക്കും. ഓ, നാമജപം സദാസമയം അവരിങ്ങനെ നാമം ജപിച്ചുകൊണ്ടിരുന്നിട്ട് അവർക്കിപ്പോൾ എന്ത് കിട്ടാനാ? ദൈവം കൊണ്ടു കൊടുക്കുമോ അവർക്കുള്ളതെല്ലാം? അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചിലരാകട്ടെ കളിയാക്കും. അങ്ങനെ ഒത്തിരി വിവിധ തരത്തിലുള്ള ആളുകളാണ് നമുക്ക് ചുറ്റും. എന്നാൽ അതൊന്നും നമ്മളങ്ങോട്ട് ശ്രദ്ധിക്കേണ്ട. നമ്മൾ ഭഗവാനെ ചിന്തിച്ചിട്ട് സദാസമയം നാമം ജപിക്കണം. അതായത് നമ്മളെന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യുകയാണെങ്കിൽ പോലും നമ്മളിങ്ങനെ എന്തിങ്ങനെ വേറെ ഒന്നും അങ്ങോട്ട് ചിന്തിക്കാണ്ട് ഭഗവാന്റെ നാമം അങ്ങനെ മനസ്സിൽ ചൊല്ലാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇങ്ങനെ ഈ നാമം നമ്മൾക്ക് എപ്പോഴും ചൊല്ലാം. അതാണ് ഈ നാമത്തിൻ്റെ പ്രത്യേകത. ആ സമയത്ത് നമ്മൾക്ക് ഇങ്ങനെ വിഷമങ്ങളൊന്നും നമ്മളെ ബാധിക്കില്ല. എന്ത് വിഷമമൊക്കെ വന്നാലും അതങ്ങോട്ട് നമ്മളങ്ങോട്ട് ബാധിക്കാതെ അങ്ങോട്ട് പോകും. ഭഗവാന്റെ ഒരു അനുഗ്രഹം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. ഒരു കുടുംബം ഉണ്ടായിരുന്നു. അതായത് അച്ഛനും അമ്മയും മക്കളൊക്കെ അടങ്ങണ ആ കുടുംബത്തിലെ ഒരു സദാ കുടുംബമായിരുന്നു. അവരുടെ എന്നും ജോലിക്കൊക്കെ പോയിട്ട് അതുകൊണ്ട് കഴിഞ്ഞു കൂടുന്ന കുടുംബമായിരുന്നു. എന്നാൽ അവരാകട്ടെ, മക്കളാകട്ടെ, അമ്മയാകട്ടെ, അച്ഛനാകട്ടെ, അവർക്കൊക്കെ എപ്പോഴും അങ്ങനെ വീടുകളിലൊക്കെ വന്നാൽ സന്ധ്യയ്ക്കൊക്കെ വിളക്ക് കത്തിച്ച് നാമമൊക്കെ ചൊല്ലും. ഈ നാമം എപ്പോഴും ചൊല്ലുമായിരുന്നു. പിന്നെ എപ്പോൾ ഒരു സമയം കിട്ടിയാൽ അവരങ്ങോട്ട് നാമമൊക്കെ ജപിക്കുന്ന ഒരു കുടുംബം. എപ്പോഴും ചൊല്ലിച്ചാൽ ഭഗവാനില്ലാത്ത അവരുടെ ജീവിതത്തിൽ വേറെ ഒന്നുമില്ല. എല്ലാം ഭഗവാന്. എന്ത് കഴിക്കുമ്പോഴും അത് ഭഗവാൻ സമർപ്പിച്ചിട്ട് കഴിക്കുമായിരുന്നു. സദാസമയം കൊണ്ട് നാമജപം തന്നെ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവിടെയുള്ള ആ അച്ഛന് അസുഖം വരികയാണ്. അതായത് പെട്ടെന്ന് ജോലിക്കൊന്നും പോവാൻ സാധിക്കാണ്ട് 2 ദിവസം കുറച്ച് ദിവസം അങ്ങോട്ട് പനി പിടിച്ച് കിടപ്പായിട്ട് ജോലിക്കൊന്നും പോവാൻ സാധിക്കില്ല. എന്നാൽ അവർ നിത്യം ഒരു കടയിൽ നിന്ന് സാധനം വാങ്ങിക്കായിരുന്നു. അയാൾ ജോലി ചെയ്ത് കൊണ്ടുവരുന്ന പൈസയ്ക്ക് ആ കടയിൽ നിന്നായിരുന്നു സാധനം അങ്ങോട്ട് വാങ്ങിക്കാറ്. എന്നാൽ ഇവർക്ക് ഒരു ചിന്ത ഉണ്ടായിരുന്നു, ആ കടക്കാർക്ക്, അല്ലെങ്കിൽ ഇവരിപ്പോൾ എപ്പോഴും നാമം ജപിക്കും, നാമമൊക്കെ ജപിച്ച് നടക്കുന്ന കുടുംബമാണ്. അതുകൊണ്ട് ഇവർക്കൊരു പുച്ഛം, ഇവരൊരു പുച്ഛത്തോടാണ് ഇവരെ അങ്ങനെ കാണുക. അങ്ങനത്തെ സമയത്ത് ആണ് ഇവർക്ക് ഇങ്ങനെ ഈ പനി പിടിക്കുന്നു. ആ പനി പിടിച്ച സമയത്ത് സാധനമൊന്നും വാങ്ങിക്കാണ്ട് വീടുകളിൽ സാധനം കണ്ട് കുറഞ്ഞപ്പോൾ അവർ പോയിട്ട്, അവരുടെ ഭാര്യ പോയിട്ട് കുറച്ച് സാധനങ്ങൾ അവിടെ നിന്ന് വാങ്ങിക്കാൻ പോയി. ആ കടയിൽ പോയിട്ട് പിന്നെ ജോലിക്ക് പോയിട്ട് പൈസ തരാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് സാധനത്തിന് കടയിൽ മേടിക്കാൻ പോയി. അപ്പോൾ കടക്കാരനോട് പറഞ്ഞു ഇങ്ങനെ കുറച്ച് സാധനം വേണമെന്ന്. അപ്പോൾ അയാൾ കളിയാക്കാൻ തുടങ്ങി. അവിടെ ഇങ്ങനെ ഇരിക്കുന്ന ആളുകളുടെയൊക്കെ മുന്നിൽ വെച്ചിട്ട്, ഇപ്പം എന്തേ അസുഖം വന്നിട്ട് ഭഗവാൻ കൊണ്ടു തന്നില്ലേ, നിങ്ങളുടെ കൃഷ്ണൻ കൊണ്ടു തന്നില്ലേ സാധനമൊന്നും, ഇപ്പോൾ പനി പിടിച്ചിട്ട് ഇങ്ങനെ നാമം ചൊല്ലിയൊക്കെ ഇരിക്കുന്ന സമയത്ത് എന്നിട്ട് എന്തായി, സാധനമൊന്നും കൊണ്ടു തന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഈ സ്ത്രീയുടെ അടുത്ത് ഇങ്ങോട്ട് കളിയാക്കുകയാണ്. അപ്പോൾ ഇവരുടെ ഉള്ളിൽ എന്നാലും അവരിങ്ങനെ അയാളുടെ അടുത്ത് ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്തില്ല. മനസ്സിലിങ്ങനെ ഭഗവാനെ ചിന്തിച്ച് ഇങ്ങനെ അന്നേരം മനസ്സിലിങ്ങനെ നാമം ജപിച്ചുകൊണ്ടിരുന്നല്ലാണ്ട് ഇയാൾ പറയണമെന്ന് അങ്ങോട്ട് ശ്രദ്ധിച്ചതേ ഇല്ല.
അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, പിന്നെ ഞങ്ങൾ അവിടെ അദ്ദേഹം ജോലിക്ക് പോയിട്ട് പൈസ തരാട്ടോ, ഇത്ര സാധനം കുറച്ച് സാധനം തന്നേക്കൂ അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇയാൾക്ക് വീണ്ടും ഒരു കളിയാക്കുക അല്ലേ. ഇയാൾ പറയുകയാണേ, ആ ഷീറ്റിൽ എഴുതിയ ഒരു ഷീറ്റ് എടുത്തിട്ട് കൊടുത്തു, ഇതിൽ സാധനത്തിൻ്റെ പേരെഴുതൂ, ഇതിൽ എഴുതിയിട്ട് ഈ തുലാസിൽ വെക്കൂ, ഈ തുലാസിൽ വയ്ക്കുന്ന ആ കനത്തിനനുസരിച്ചുള്ള സാധനം ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറയും. ഒരു പേപ്പർ എടുത്തിട്ട് ഒരു പെന്നും കൊടുക്കുകയാണ് അവരുടെ അടുത്ത്, ഇതിൽ എഴുതിയിട്ട് ഈ തുലാസിൽ വയ്ക്കുന്നു. ഒരു പേപ്പറിലെ ഒരു ചെറിയ പീസ് പേപ്പർ എടുത്തിട്ട് അതിൽ നമ്മുടെ സാധനം, ഇനി എത്ര സാധനം ഉണ്ടെങ്കിലും അതെല്ലാം എഴുതിയാൽ പോലും ആ തുലാസിൽ വെച്ചിട്ട് എന്ത് തൂക്കം ഉണ്ടാവുക. അപ്പോൾ ഇയാൾ വീണ്ടും വീണ്ടും നിർബന്ധിക്കുകയാണ്, എഴുതിയിട്ട് വെക്കൂ, എന്നാൽ സാധനം തരാമെന്ന്. അപ്പോൾ ഇവർ എഴുതാണ്, ആ പെന്നെടുത്തിട്ട് പേപ്പറിൽ എഴുതി, എന്നിട്ട് മടക്കിയിട്ട് തുലാസിൽ വെച്ചു. അപ്പോൾ സംഭവിച്ചതോ, തുലാസ് അങ്ങനെ താഴോട്ട് പോവുക. ഇയാളിങ്ങനെ വെയിറ്റ് ഇങ്ങനെ എടുത്ത് വെക്കുക, 5, 10 എത്ര അവിടെ ഇല്ലാതെ മൊത്തം വെച്ചിട്ടും ലാസ്റ്റ് അത് ആ പേപ്പർ വെച്ച തുലാസിൻ്റെ തട്ടങ്ങോട്ട് പൊട്ടിയിട്ട് താഴെ വീണു. അത്ഭുതം. ഇയാളാകെ എന്താണ് ഞെട്ടിത്തെരിച്ചിട്ട് നിൽക്കുകയാണ്. എന്താ സംഭവിക്കണമെന്ന് അറിയണില്ല. ഒരു ചെറിയ പേപ്പറിന് തുണ്ട്. ഇയാളെന്താ വിചാരിച്ചേ, ഒരു കട്ടിയും വെക്കേണ്ട ആവശ്യമില്ല, ഒരു പേപ്പറല്ലേ, അതിന് എന്ത് സാധനം കൊടുക്കാനാ, അഹങ്കാരമായിരുന്നു ഇയാൾക്ക്. അങ്ങനെ ആ പേപ്പർ എടുത്തിട്ട് അയാളതൊന്ന് തുറന്നു നോക്കി, എന്താ ഇതിൽ എഴുതി, എത്ര വലിയ കനല്ലേ സാധനം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അതാണ് ആ പേപ്പറിൽ എഴുതിയിരിക്കുന്നത്. ആ കടയത്തെ തുലാസിൻ്റെ കട്ടി മൊത്തത്തിൽ വെച്ചു. എന്നിട്ടോ തുലാസിൻ്റെ ഇപ്പുറത്തെ പേപ്പർ ഇരിക്കുന്ന തട്ടിങ്ങനെ താണ് വന്നിട്ട് അങ്ങോട്ട് പൊട്ടി വീഴാണ്. അതാണ് ഭഗവാന്റെ നാമജപത്തിൻ്റെ ശക്തി. അവരെടുത്ത് മാപ്പ് പറഞ്ഞു കടക്കാരൻ, ഭഗവാനോട് മാപ്പ് പറയാണ്. ഭഗവാനെ എപ്പോഴും ഭഗവാന്റെ ഭക്തന്മാരുടെ കൂടെയാണ്. ഭഗവാൻ എന്ത് പറഞ്ഞാലും ഭഗവാൻ സഹിക്കും. എന്നാൽ ഭഗവാന്റെ നാമം ജപിച്ചിരിക്കുന്ന ഭഗവാന്റെ ഭക്തന്മാരുടെ ഭഗവാൻ മറ്റുള്ളവർ എന്തെങ്കിലും തെറ്റുക ചെയ്താൽ ഭഗവാൻ പൊറുക്കുമോ? ഒരിക്കലുമില്ല. ഭഗവാൻ ക്ഷമിക്കില്ല. ആ കടക്കാരന് തൻ്റെ തെറ്റു മനസ്സിലായി. അവരുടെ അടുത്ത് മാപ്പ് പറഞ്ഞു. ആ സ്ത്രീയോട് പറഞ്ഞു, എത്ര സാധനം വേണമെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ, നിങ്ങളുടെ എത്ര സാധനം വേണമെങ്കിലും ഇവിടുന്ന് ഞാൻ തരാം നിങ്ങൾക്ക്. അപ്പം സ്ത്രീ പറയാം, എനിക്ക് അത്രയ്ക്ക് സാധനമൊന്നും വേണ്ട, ഒറ്റ ദിവസത്തെ കുറച്ച് സാധനം മതി, അല്ലാണ്ട് എനിക്ക് മൊത്തത്തിലൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ ആ സ്ത്രീ കുറച്ച് സാധനം മാത്രം വാങ്ങിച്ച് അവിടെ നിന്ന് പോവാണ്. ആ കടക്കാരൻ തൻ്റെ തെറ്റ് മനസ്സിലായി. പിന്നീട് ഒരിക്കലും അയാൾ ആരെയും കളിയാക്കില്ല. അയാളും ഒരു കൃഷ്ണഭക്തനായിട്ട് മാറി. അയാളും നാമജപമൊക്കെ തുടങ്ങി. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാ കൃഷ്ണ.